കൃഷ്ണൻ മധുരയ്ക്ക് പോയ ശേഷം വൃന്ദാവനം കണ്ടത് എപ്പോഴും ദുഃഖിച്ച് നടന്നിരുന്ന രാധയെയാണ്. അവർ ഒരുമിച്ച് നടന്നിരുന്ന സ്ഥലത്ത് ആ ഓർമ്മകളിൽ രാധ മാത്രമായി. ബർസാന വിട്ട് മധുരയ്ക്ക് പോയി വരുന്ന എല്ലാ വാസികളോടും രാധ കണ്ണനെ കണ്ടുവോ, കണ്ണന്റെ രൂപത്തിൽ മാറ്റം വന്നുവോ എന്ന് തിരക്കാൻ തുടങ്ങി. ഒരിക്കൽ തേനീച്ചയോട് ഈ രീതിയിൽ വിവരം തിരക്കിയതോടെ രാധയ്ക്ക് മനോരോഗം എന്നുവരെ വാർത്തയായി. മുൻപ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങിയിരുന്നു രാധ. യമുനയുടെ വർണ്ണമായി മാറി. കേശം അലങ്കരിക്കാതെ, ആഭരണങ്ങളും പൂക്കളും ധരിക്കാതെ നടന്നു. ഒരിക്കലും കൃഷ്ണൻ വൃന്ദാവനത്തിൽ തിരികെ വന്നില്ല. രാധയെ അയനുമായി വിവാഹം കഴിപ്പിച്ചു ബർസാനവാസികൾ. ഒരു ഇഷി ശാപം മൂലം അയൻ കുടുംബനാഥനാവാൻ കഴിഞ്ഞില്ല. അയൻ മുൻ ജന്മത്തിൽ അഭിമന്യു എന്ന നാമത്തിൽ വിഷ്ണു ഭക്തൻ ആയിരുന്നു. ലക്ഷ്മി ദേവിയെ വധു ആയി വേണം എന്ന് തപസ്സിലൂടെ വരം നേടിയിരുന്നു. രാധ ബർസാനയിൽ അയന്റെ വധു ആയി കർമ്മങ്ങൾ ചെയ്തിരുന്നു. എങ്കിലും കൃഷ്ണന്റെ വേർപാട് എന്നും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു സൂര്യഗ്രഹണ ദിനത്തിൽ കുരുക്ഷേത്രത്തിനടുത്തുള്ള കുംഭമേള തുല്യം ഉത്സവം നടന്നു. എല്ലാ ഗോകുലവാസികളും ദ്വാരകവാസികളും പാണ്ഡവരും കൗരവരും അവിടെ എത്തിയ വേളയിൽ രാധയും കൃഷ്ണനും പരസ്പരം കണ്ടു. അകലെ നിന്ന് ഇരുവരും നോക്കി നിന്നു. രാധ കണ്ടത് ഭാര്യയെയും സന്താനങ്ങൾക്ക് ഒപ്പം വന്ന കൃഷ്ണനെയാണ്. സന്തോഷത്തിൽ മനം തുളുമ്പി. എങ്കിലും രാധയ്ക്ക് കണ്ണുനീർ ഒഴുകുക ആയിരുന്നു. ഒരു ഗോപിക രാധയോട്, നിനക്ക് കൃഷ്ണനോട് ദേഷ്യം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. കൃഷ്ണന്റെ മുഖത്തുള്ള ചിരി അവന്റെ കുടുംബത്തിനു വേണ്ടി ഉള്ളതാണ്. എനിക്ക് മാത്രമേ കൃഷ്ണന്റെ എന്നെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം എത്രമാത്രം ഉണ്ടെന്ന് കാണുവാൻ സാധിക്കൂ. അത്രമാത്രം പരസ്പരം അറിഞ്ഞ് ഒരു നിബന്ധനയും ഇല്ലാതെ പ്രണയിച്ചവരാണ് രാധാകൃഷ്ണന്മാർ. കാലങ്ങൾക്ക് ശേഷം രാധ വൃന്ദാവനത്തിൽ തനിച്ചായിരുന്നു. ബ്രഹ്മാവ്, ശിവൻ, പാർവതി, മറ്റ് ദേവന്മാർ രാധയെ കാണാൻ വന്നു. ദേവി ദേവന്മാരെ കണ്ട രാധ ഒന്നും മനസ്സിലാകാതെ നിന്നു. പാർവതി ദേവി അപ്പോൾ രാധയോട്, ശ്രീരാമന്റെ ശാപം അവസാനിക്കുന്ന ദിവസമാണിത് എന്ന് അറിയിച്ചു. കൃഷ്ണനുമായി ഒന്നാകുന്ന നിമിഷത്തെക്കുറിച്ച് ഉള്ളിൽ സന്തോഷിച്ച രാധ ദ്വാരകയിലേക്ക് പോയി. എല്ലാ ദ്വാരക നിവാസികളും തങ്ങളുടെ രാജാവിന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ കവാടത്തിൽ നിന്ന് കാത്തിരുന്നു. രുക്മിണിയും സത്യഭാമയും രാധയെ അഭിവാദ്യം ചെയ്തു. ആളുകൾ തന്നെ നോക്കുന്നത് ഒന്നും രാധ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ തിരഞ്ഞുകൊണ്ടിരുന്നു. തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും ഓടി വരികയായിരുന്നു കൃഷ്ണൻ. വരുന്ന വഴിയിൽ എവിടെയോ കാൽ തട്ടി ചോര പൊടിയുന്നുണ്ടായിരുന്നു. അത് ഒന്നും ശ്രദ്ധിക്കാതെ കൃഷ്ണൻ ഓടുന്നത് കണ്ടു കൊട്ടാരം ജീവനക്കാർ അതിശയത്തോടെ നോക്കി നിന്നു. കൃഷ്ണൻ രാധയുടെ അരികിൽ എത്തി. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന രാധ കൃഷ്ണനെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. കൃഷ്ണൻ രാധയെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. സംഭാഷണം നടത്തിയപ്പോൾ രാധ ഓരോ വാക്കും വിട്ടുപോകാത്ത വിധം ഉള്ളിൽ ഗ്രഹിക്കുകയായിരുന്നു. രാധ ഉറങ്ങുന്നതിനു മുൻപ് ചൂടുള്ള പാൽ കുടിക്കുന്ന ചര്യ ഉണ്ടെന്ന് കൃഷ്ണൻ എപ്പോഴോ പറഞ്ഞത് ഓർത്തിരുന്ന രുക്മിണി അവൾക്ക് വളരെ ചൂടുള്ള പാൽ നൽകി. കൃഷ്ണൻ സംസാരിക്കുന്നത് കേട്ടിരുന്നിരുന്ന രാധ ചൂട് അറിയാതെ പാൽ കുടിച്ചു. അതിൽ നിന്നും ഒരു തുള്ളി കൃഷ്ണന്റെ കാലിൽ വീണ് പൊള്ളലേറ്റു. പിറ്റേന്ന് ദ്വാരക വിട്ട രാധ ബർസാനയിൽ എത്തുന്നതിനു മുമ്പ് മരണപ്പെട്ടു. കൃഷ്ണൻ തന്റെ ഭൂലോകവാസം വെടിയുന്ന വേളയിൽ സ്വർഗവിമാനം വരുത്തി കൃഷ്ണൻ അവളെ തന്നോടൊപ്പം ഗോലോകയിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു.